ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചായപ്പില രാത്രി അല്ലെന്നുണ്ടെങ്കിൽ പായസരാവ് എന്ന് പറയുന്ന ആ ഒരു കഥയുടെ ആ ഒരു ബാക്കി ഭാഗമാണ് കേട്ടോ. ആ ഒരു കഥയുടെ 4ാം ഭാഗത്തിലേക്ക് കടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയും പിന്നെ നിമേഷുമായിട്ടുള്ള ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നിമേഷിന്റെ ശബ്ദത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ടിരുന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ, എന്താണെങ്കിൽ ശരിനെ. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. സമയം അപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴാണെങ്കിൽ പുറത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമയത്ത് സന്ധ്യ ചേച്ചി അമ്മയുടെ അടുത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചിയുടെ അമ്മയുടെ കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ കൂർക്കമ്പലിയുടെ ശബ്ദം കൂടിക്കൂടി വന്ന സമയത്ത് സന്ധ്യ ചേച്ചി മുറിയിലേക്ക് വന്ന സമയത്ത് അപ്പോൾ തന്നെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കളിയാക്കൽ എന്ന പോലെയായിരുന്നു. എൻ്റെ അടുത്ത് ഒരു പരിഹാസം എന്ന പോലെ ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഞാനും അതിനൊരു റിപ്ലൈ എന്ന പോലെ പുഞ്ചിരിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് ചെറിയൊരു അസുഖത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാ, അതിന്റെ ആ ഒരു എഫക്റ്റാണ് കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ. നീ ആ ഒരു ഡോറിങ്ങനെ അടച്ചിട്ടാൽ മതി, അത് മാത്രം തന്നെ ചെയ്താൽ മതി എന്ന് തന്നെ സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ സന്ധ്യ ചേച്ചിയുടെ അമ്മയുടെ കൂർക്കമ്പലി ഇങ്ങനെ കൂടിക്കൂടി വന്ന സമയത്തായിരുന്നു പെട്ടെന്ന് മഴ പെയ്തത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, മഴയുടെ ശബ്ദം വളരെ ഭയങ്കരമാണ്. പുറത്ത് ഷീറ്റും പിന്നെ ഓടും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ മഴവെള്ളം വീഴുന്ന ശബ്ദം എനിക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ സന്ധ്യ ചേച്ചിയുടെ അമ്മയുടെ കൂർക്കമ്പലിയൊന്നും ഒട്ടും കേൾക്കുന്ന പോലുമില്ല. ഒരു കണക്കിന് ആ ഒരു കാര്യം എന്തൊക്കെയാലും നന്നായി. മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൂചി വീണ് കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തറിയാൻ പറ്റും. അതേപോലെ തന്നെ ബോളിലാണെങ്കിലും എന്തെങ്കിലും ഒന്ന് വീണാക്കുന്നതിനെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു പ്രതീതിയായിരുന്നു സന്ധ്യച്ചിയുടെ വീട്ടിനുള്ളിലേക്ക്. പക്ഷേ മഴ പെയ്ത് തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പമ്പ് കടന്നു. കാരണം അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദവും കാര്യങ്ങളും പുറത്തോട്ടും കേൾക്കില്ല, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും കേൾക്കില്ല. മഴയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് സന്ധ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കേൾക്കാൻ കഴിയുന്നില്ല. ആ നിമിഷം ഒന്നും കേൾക്കാതെ നിൽക്കുന്ന സമയത്ത് സന്ധ്യച്ചി ഒന്ന് ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു, പൊട്ടനൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നെ പറയുന്ന സമയത്ത് ഞാൻ ചെവി അങ്ങോട്ട് അടുപ്പിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ സന്ധ്യച്ചി വന്നെന്റെ ചെവിയിൽ പറഞ്ഞു, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം, ആ സമയത്താണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കുക എന്ന് മാത്രമായിരുന്നു സന്ധ്യച്ചി പറഞ്ഞത്. അതിനെന്താ, പോയിട്ട് വാ ചേച്ചി എന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് ഒരു പുഞ്ചിരിയോടെ സന്ധ്യച്ചി പുറത്തേക്ക് ഇറങ്ങി. ആ മഴയുള്ള രാത്രിയിലാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ആ സമയത്ത് തന്നെ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പുതപ്പെടുത്ത് കാല് ആദ്യം പുതച്ചു വെച്ചു. കാല് പുതച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കെയർഫുൾ ആയിട്ട് തന്നെയാണ് പുതച്ചതും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് സന്ധ്യച്ചി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, നീ പെട്ടെന്ന് ഉറങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേറെ ഒന്നുമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നീ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എന്ന് സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9 മണിയാകുമ്പം ഞാൻ കിടന്നുറങ്ങുന്നതാണ്. ഇവിടെ ഇപ്പം ദേ 11 മണി കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ സന്ധ്യച്ചി നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ ജനാലകൾ തുറന്നിട്ട് കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ പുറത്ത് മഴ പെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ എൻ്റെ വാതിലിന്റെ ആ ഒരു കതക് തുറക്കുന്നത് കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഇനി എങ്ങാനും സന്ധ്യച്ചിയുടെ അമ്മയെങ്ങാണോ എന്ന് എനിക്കൊരു ഉൾഭയം എന്തൊക്കെയാലും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്നെ ഞെട്ടിച്ചത് അതൊന്നും ആയിരുന്നില്ല, അത് സന്ധ്യച്ചി തന്നെയായിരുന്നു. പെട്ടെന്ന് സന്ധ്യച്ചി ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സായിരുന്നു എന്നെ പെട്ടെന്ന് ശ്രദ്ധിച്ചതും ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയതും. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് സന്ധ്യച്ചി ധരിച്ചിരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഗ്രാമത്തിൽ പോലും ഒറ്റ മനുഷ്യന്മാർ പോലും ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം സിനിമാ നടിമാരെ പോലെ സന്ധ്യ ചേച്ചി അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു. പെട്ടെന്ന് തന്നെ സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എങ്ങനെയുണ്ട് ഡ്രസ്സ് ഇട്ടിട്ട്? ഞാൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്, അല്ലാതെ കുറെ മാക്സിയും പിന്നെ സാരിയും കുറെ ചുരിദാറും ഒക്കെ, ഇതൊക്കെ ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നന്നായിട്ടുണ്ടല്ലോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത് അനഘ കാനഡയിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നേടാ, ഞാനാണെങ്കിൽ അധികം ഇട്ടിട്ടില്ല. അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഞാനിങ്ങനെ ഫോട്ടോസിലും പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അനഘ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ അത് ഇട്ടിട്ടൊന്ന് വീഡിയോ കോളെങ്കിലും ചെയ്യണേന്ന്. വേറെ ഒന്നും അല്ലായിരുന്നു, അവൾ കൊണ്ടുവന്ന് തന്നതല്ലേ, അത് എനിക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവൾ കൊണ്ടുവന്നത്. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ
അതൊക്കെ ഇട്ട് നോക്കാൻ പോലും ഒന്ന് മടിച്ചു പോയി. ഇപ്പോഴാണ് ഞാനൊക്കെ അതൊന്ന് ഇട്ട് നോക്കുന്നത് എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അനഘ ചേച്ചി സന്ധ്യ ചേച്ചിയുടെ സിസ്റ്ററാണ്. ആളിപ്പോൾ കാനഡയിലാണ്. ഏകദേശം അടുത്ത ആഴ്ച വരാൻ താമസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. എനിക്കും എന്തൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനഘ ചേച്ചി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തമ്മിലാണ് എനിക്ക് അനഘ ചേച്ചിയോടും ഒരു പ്രിയം തോന്നിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബെഡിൽ വന്നിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കസിൻസൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് സംസാരിക്കാറുണ്ട്. രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കിട്ടിയ സമയത്ത് അങ്ങനെ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് നിന്ന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് സന്ധ്യ ചേച്ചി പറയുന്ന സമയത്ത്, എന്റെ സന്ധ്യ ചേച്ചി ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്നത്. പിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്ങനെ അമ്മ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ കഥ തീർന്നത് തന്നെ. പിന്നെ എന്താണ് ആരാണ് ചോദ്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് വരും. ഞാൻ എന്ത് പറയാനാണ് എന്ന് തന്നെ സന്ധ്യ ചേച്ചി ചോദിക്കുന്ന സമയത്ത്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഉറക്കം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ്, പിന്നെ ഇപ്പോഴെങ്കിലും എണീക്കത്തൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതായാലും നീ ഇവിടെ ഇരിക്കേ, നീ ഏതായാലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ശരിയനെ ഞാനത് ഫേസ് ചെയ്തോളാം. അമ്മയുടെ അടുത്താണെങ്കിലും ഇപ്പൊ ആരുടെ അടുത്താണെങ്കിലും ശരിയനെ ഞാൻ അവരുടെ അടുത്ത് മറുപടി പറഞ്ഞോളാം. അല്ലാതെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തന്നെ സന്ദേശിച്ച് പറഞ്ഞു. സന്ദേശിച്ചുള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബോധം കെട്ട് വീണേ എന്ന് തന്നെ സന്ദേശിച്ചോട് പറയുന്ന സമയത്ത് സന്ദേശിച്ച് തിരിച്ചു പറഞ്ഞു, നീ ഒരു പേടിത്തുറിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്റെ കുട്ട എന്ന് തന്നെ സന്ദേശിച്ചും തിരിച്ചു പറഞ്ഞു. അങ്ങനെ സന്ദേശിച്ചിയുടെ കണ്ണിൽ നോക്കി ഞാൻ ഇങ്ങനെ പൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സന്ദേശിച്ച് എൻ്റെ ആ തള്ളവിരല് ഒന്ന് പിടിച്ചോട്ടിച്ചു. പെട്ടെന്നൊരു വേദന പോലെ ഞാനിങ്ങനെ പറഞ്ഞു, അത് ഒരു റിലാക്സേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശിച്ച് അടുത്ത വിരലും കൂടെ ജസ്റ്റ് ഒന്ന് ഞൊട്ടയിടുന്ന പോലെ ചെറിയ ഇതിലൊന്ന് ഉടച്ചു. ഞാൻ പറഞ്ഞു പതുക്കെ പതുക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സന്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. മൈൻഡിന് ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ തോന്നിയൊരു കാര്യമാണ് പെട്ടെന്ന് സന്ദേശിച്ച് ഒരു തെറാപ്പി പോലെ ചെയ്തത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ആ ഒരു റിലാക്സേഷൻ തോന്നി. ഞാൻ ആ സമയത്തും കണ്ണു നട്ടിങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ആദ്യം നല്ല പെയിൻ തോന്നിയായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ചേച്ചി ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി മൊമെന്റ് പോലത്തെ എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് സന്ധ്യ ചേച്ചി എന്നെ പറഞ്ഞു, ഇത് തന്നെ ഒരാളിങ്ങനെ പഠിപ്പിച്ചാണ്. ആ സമയത്ത് ഞാൻ ഇതാരടുത്തും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ അടുത്ത് ടെസ്റ്റ് അടിച്ച് ചോദിച്ചത് എന്ന് സന്ധ്യ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ മുറിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ ജനാല ഇങ്ങനെ തുറന്ന് മലർത്തിയിട്ടേക്കുന്നായിരുന്നു. പെട്ടെന്നൊരു കാറ്റിങ്ങനെ ഉള്ളിലേക്ക് അടിച്ചു കയറി. ആ സമയത്ത് തന്നെ അറിയാലോ, ചീതാനം അടിച്ചു കയറുന്ന പോലെ പെട്ടെന്ന് കാറ്റും മഴയും എല്ലാം കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്പ്രേ ബോട്ടിൽ നിന്ന് വെള്ളം വരുന്ന പോലെ പെട്ടെന്ന് അടിച്ചു കയറി. അപ്പൊ തന്നെ സന്ധ്യ ചേച്ചി ഒരു കുളിരെന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ എന്തോ കാണിക്കുന്ന എനിക്ക് തോന്നി. എടാ ആ ജനലിങ്ങനെ അടച്ചേരെ, നന്നായിട്ട് കുളിരുന്നുണ്ട് കേട്ടോ എന്ന് സന്ധ്യ ചേച്ചി പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആ ഒരു ജനലങ്ങ് അടച്ചു. ജനാലയും കട്ടിലും അടുത്തടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ഞാൻ സന്ധ്യ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ ഈ മഴ പെയ്യുന്നതും അത്ര ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു, മഴ പെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ നനയുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് സന്ധ്യ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇച്ചിരി അടുത്തിരിക്കേ, ദേ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നമുക്കൊന്ന് ജനൽ തുറന്നിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ അവസ്ഥ വരുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി. പിന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി എന്ന് ഞാൻ സന്ധ്യ ചേച്ചിയോട് പറഞ്ഞു. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് സന്ധ്യ ചേച്ചി, ഞാൻ പറഞ്ഞതാണല്ലോ, എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യത്തിന് ഞാനിങ്ങനെ നിർബന്ധിക്കത്തില്ല ഒരിക്കലും സന്ധ്യ ചേച്ചിയെ എന്നുകൊണ്ട് തന്നെ സന്ധ്യ ചേച്ചിയും എനിക്കൊപ്പം വന്നിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആ ജനൽ തുറന്നിട്ടു. ജനൽ തുറന്നിട്ട സമയത്ത് തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഇടിയും മിന്നലും വെട്ടി. സന്ധ്യ ചേച്ചി ഒന്ന് കിടങ്ങുന്ന കണ്ടു. ഞാൻ പറഞ്ഞു, റിലാക്സ്, ഇങ്ങനെ കിടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇനി ഇടിയും മഴയൊക്കെ പെയ്യും, അത് അതിന്റെ രീതിയിൽ അങ്ങ് എടുത്താൽ മതി എന്ന് തന്നെ ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിർത്തി സന്ധ്യയുടെ മുഖത്തുനിന്ന് ഞാൻ നേരെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ ചീതാനം പോലെ കാറ്റും മഴയും എല്ലാം കൂടെ അടിച്ചൊരു ഒറ്റ കയറ്റം. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സന്ധ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ
രണ്ട് കൈകളും ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കൈകളിലും മുഖത്തൊക്കെ അതിങ്ങനെ തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല കുളിരുണ്ട്. അങ്ങനെ മതി 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 ഇത് മതി എന്ന് സന്ധ്യ ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ ചേച്ചി എന്ന് പറയുന്ന തീർക്കുന്ന സമയത്ത് തന്നെ വീണ്ടും കാറ്റും മഴ ഇങ്ങനെ അടിച്ചു കയറി. അപ്പോൾ തന്നെ ആ ഒരു കുളിരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബെഡിലൊക്കെ ചെറുതായിട്ട് വെള്ളം നനഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ആ ഒരു തണുപ്പ് ഫീൽ കിട്ടാൻ നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്കത് ഓക്കെയാണ്. സന്ധ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓക്കെ അല്ല. അങ്ങനെ ഒടുവിൽ സന്ധ്യ ചേച്ചിയുടെ ആ നിർബന്ധപ്രകാരം ഞാൻ ആ ജനൽ രണ്ടെണ്ണം അടച്ചു വെച്ചു. ആ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ എന്ന് തന്നെ സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യ് സന്ധ്യ ചേച്ചി, ദേ ഈ ഒരു പുതപ്പെടുത്തൊന്ന് മൂടിക്കോ, കാല് മാത്രം മൂടിയാൽ മതി. കാലിന് ചെറിയൊരു ചൂട് കിട്ടും. ഉറക്കം വരുവാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി പോയി കിടന്നോളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി എൻ്റെ പുതപ്പിന്റെ ആ ഒരിടത്തില് കാല് മാത്രം ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ തന്നെ പുതച്ച് കിടക്കാനായിട്ട് അത് മാത്രം മതിയായിരുന്നു. അങ്ങനെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ സന്ധ്യജിക്ക് നേരെ ഒരു തിടുക്കമായി. പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് പിടിപ്പിച്ചത്, പക്ഷേ നീയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് തന്നെ സന്ധ്യജി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ലോ, പക്ഷേ ചേച്ചിയടുത്താണ് കൂടുതലും ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്ന് തന്നെ ഞാൻ സന്ധ്യജിയോട് പറഞ്ഞു. ആ അതെനിക്കറിയാലോ, എന്നാലും നീ എന്തെങ്കിലുമൊക്കെ മിണ്ടണം കേട്ടോ, അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, ഞാൻ ഉറങ്ങിപ്പോവും അല്ലെങ്കിൽ എന്ന് തന്നെ സന്ധ്യജിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് സന്ധ്യച്ചിയുടെ ആദ്യം ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ പ്രേമമൊന്നും ഉണ്ടായിട്ടില്ലേ കോളേജിലൊന്നും, ഇങ്ങനെ ആ ഒരു ഒറ്റന്തടിയായിട്ട് തന്നെയാണോ നീ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് എവിടുന്നാ ചേച്ചി പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയത്തില്ലായിരുന്നോ എന്ന് തന്നെ സന്ധ്യച്ചിയോട് ഞാൻ മറുപടി പറഞ്ഞു. ഓ അങ്ങനെയൊന്നും ഇല്ലടാ, ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും തുറന്നു പറയണമെന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ചെറിയ രീതിയിൽ, അല്ലാതെ എന്ത് ലൈഫ്, ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അല്ലാതെ രണ്ട് ജീവിതങ്ങളൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്തൊക്കെ എൻജോയ് ചെയ്ത് നടക്കണം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ശരി തന്നെ, പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ശരി തന്നെ, നല്ല സ്ഥലങ്ങൾ കാണാനൊക്കെ ശരിയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം എന്നിനെ സന്ധ്യജി പറഞ്ഞു. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അത് പറഞ്ഞ് സന്ധ്യ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഇടിവെട്ടി ടോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ സന്ധ്യ ചേച്ചി ഒന്ന് കിടുങ്ങി. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, എന്ത് പറ്റി, ഇടി പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ സന്ധ്യ ചേച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ ചേച്ചി മറുപടി പറഞ്ഞു, അതെ എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എപ്പോഴും ഇല്ല, ചില സമയത്ത് ഇങ്ങനെ ഇടിപെട്ടുന്ന സമയത്ത് ഒന്ന് ഞെട്ടിപ്പോവാറുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു. എനിക്ക് തോന്നി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പേടിത്തുറിയാണെന്ന്. എന്നെ ചുമ്മാ ഇങ്ങനെ ഇട്ട് കളിയാക്കല് മാത്രമേ ഉള്ളൂ, പക്ഷേ ചേച്ചിയും പേടിത്തൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് സന്ധ്യ ചേച്ചി എനിക്കൊരു നുള്ളു വെച്ചെന്നു. ഞാൻ പെട്ടെന്ന് അയ്യോ അങ്ങനെ അടങ്ങിയിരിക്കേ എന്ന് തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ അത്ര പേടിത്തോടെയൊന്നുമല്ല എന്ന് തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് വളരെ എൻജോയബിൾ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്താണെങ്കിൽ മഴ, സംസാരിച്ചിരിക്കാൻ സന്ദേശിച്ചുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യട്ടെ, പെട്ടെന്ന് അമ്മ എങ്ങനെ കണ്ട് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ, സന്ധ്യചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടി ഇരുന്നാൽ അതൊരു പ്രശ്നമില്ലേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ എന്ന് തന്നെ ഞാൻ സന്ധ്യച്ചയോട് ചോദിച്ചു. അപ്പോൾ തന്നെ സന്ധ്യച്ചേച്ചി പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് തന്നെ സന്ധ്യച്ചേച്ചി മറുപടി പറയുമ്പോൾ ഞാൻ ചുറ്റും നോക്കി. ശേഷമാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടു. ഞാൻ പറഞ്ഞു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചെറിയ ചൂടെടുക്കുന്നുണ്ട് ചേച്ചി, ഞാൻ ഇച്ചിരി നേരം ആ ജനാല തുറന്നിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സന്ധ്യചേച്ചി പറഞ്ഞു, ആ എന്നായി പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ജനാല അങ്ങ് തുറന്നിട്ടേരെ, നമുക്ക് ആ ഒരു കാറ്റൊക്കെ കണ്ടിരിക്കാലോ. പക്ഷേ എനിക്ക് മിന്നൽ പേടിയാണ് കേട്ടോ, ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, മിന്നലോ ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പം നീ എന്നെ കുറ്റമൊന്നും പറഞ്ഞേക്കരുത് എന്ന് മാത്രം സന്ധ്യചേച്ചി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ആ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി എന്ന് തന്നെ ഞാൻ തിരിച്ചും മറുപടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തു. ശേഷമാണെന്നുണ്ടെങ്കിൽ ജനലും തുറന്നിട്ടു. നല്ല കാറ്റും
പിന്നെ ആ ഒരു മഴയുടെ ആ തണുപ്പ് എല്ലാം കൂടെ അടിച്ച് അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും നല്ല കിടങ്ങലുണ്ടായിരുന്നു. കാലിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം പുതച്ചിരുന്ന പുതപ്പ് ഞങ്ങൾ ഏകദേശം ഒരു അരക്കെട്ട് ആ ഒരു ഭാഗത്തേക്ക് വലിച്ചിട്ടു. കാരണം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നേരം സഹിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പെട്ടെന്ന് മഴയുടെ ശബ്ദം കുറച്ച് കുറഞ്ഞു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എവിടെയോ ഹോളിൻ്റെ അടുത്ത് ചെറിയൊരനക്കം, ആരോ നടന്നു വരുന്നത് പോലൊരനക്കം. അത് മറ്റൊന്നും ആയിരുന്നില്ല, സന്ധ്യച്ചിയുടെ അമ്മ എന്തോ അങ്ങനെ നടന്നു വരുന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു, ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ സന്ധ്യച്ചിട്ട് പറയുമ്പോൾ അമ്മയാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു കാല് ഒട്ടുന്ന ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപക്ഷെ ഇങ്ങോട്ട് തന്നെയാണ് വരവെന്ന്. അപ്പോൾ തന്നെ സന്ധ്യ ചേച്ചിയും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എടാ ഇങ്ങോട്ടാണ് അമ്മയാണ് വരുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ആ ഒരു പുതപ്പിനടിയിലോട്ട് കയറി കിടന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് തന്നെ പറഞ്ഞു. ആ നിമിഷം സന്ധ്യ ചേച്ചി പറയുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, ഇനി എന്തെങ്കിലും വന്ന് ചോദിക്കുകയോ പറയോ അങ്ങനെയുള്ള ഭയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്നത്. പിന്നെ ആകെ ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കല്ലേ, ഇനി സന്ദേശിച്ചോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ ആരെങ്കിലും ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്തു, നേരെ പുതപ്പിനുള്ളിലേക്ക് എൻ്റെ തലയും മുടിയും എല്ലാം മുഴുവനായിട്ട് കയറ്റി. അതിനുശേഷം സന്ദേശിച്ചൊരു കാര്യം ചെയ്തു, ആ ഒരു തലയണയും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു എൻ്റെ ശരീരത്തിലേക്ക് എടുത്തു വെച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തലയണ കിടക്കുന്നതൊക്കെ തോന്നത്തുള്ളൂ, ഇനി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരിനെ. അതുകൊണ്ട് കുറച്ച് ഭാഗ്യമുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ആ നിമിഷം സന്ധ്യച്ചിയുടെ അമ്മ വന്ന് ആ ഒരു ഡോറ് തുറന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഒരു ഉൾഭ്രാന്തി എന്ന പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ വന്നിട്ട് ചോദിച്ചു, മോളെ വെള്ളം എവിടെ അവിടച്ച് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സന്ധ്യച്ചീൻ്റെ മറുപടി പറഞ്ഞു, അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അമ്മേ, ഞാൻ അവിടെ വെച്ചതാണല്ലോ എന്ന് പറഞ്ഞ് സന്ധ്യച്ചി അമ്മയും കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമും അവര് അകത്തേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് അവിടെ വന്നിട്ട് ബെഡിലേട്ടിരുന്നു. ആ നിമിഷം ഞാൻ ആ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആ ഒരു സ്പർശവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് വന്നിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇരുട്ടുണ്ടല്ലോ, പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ സന്ദേശിച്ച് അമ്മയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ അനങ്ങുന്നത് പോലും ഇല്ലായിരുന്നില്ല. പിന്നെയും സന്ദേശിച്ച് നിർബന്ധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തോട്ട് ഇറക്കി. ശരിക്കും ആ ഒരു സമയത്തായിരുന്നു അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ആ ഒരു ദീർഘശ്വാസം ഞാൻ വിട്ടത്. അപ്പോൾ തന്നെ എൻ്റെ ശരീരം നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ പേടിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെയാണ്, ശരീരം അണയ്ക്കും, പിന്നെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കും. അതൊക്കെ എനിക്ക് പതിവുള്ളൊരു കാര്യമാണ്. അങ്ങനെ സന്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ അമ്മയായിട്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോയി. ഞാൻ ആ നിമിഷം ഒന്ന് ആശ്വാസം എന്ന് പറയും ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെ ആ നിമിഷവും എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു പേടി അതുവരെ മാറിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ സന്ധ്യച്ചി അമ്മയെ അവിടെ കൊണ്ടുപോയി വെള്ളമെല്ലാം എടുത്ത് കൊടുത്തിട്ട് അവിടെ കിടത്തി ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു നെഞ്ചിടിപ്പിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആ നിമിഷം എന്നെ കണ്ടതും സന്ധ്യച്ചിക്ക് ഒരു രസകരവും പിന്നെ ഒരു ദയനീയതയും പിന്നെ ഒരു പരിഹാസവും ഒരു കളിയാക്കലും എന്ന പോലെ ഇങ്ങനെ നോക്കി. എന്നിട്ട് എൻ്റെ ആ ഒരു തലമുടിയിലൊന്ന് തലോടിയിട്ട് ചോദിച്ചു, എന്താ നിനക്ക് പേടിയായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചെറുതായിട്ട് ഒന്ന് പേടിച്ചു പോയായിരുന്നു ചേച്ചി. ഓ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും എന്നെ സന്ദേശിച്ചിട്ട് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ മുഖത്തേക്ക് നോക്കി കണ്ണെടുക്കാതെ ചോദിച്ചു, ചേച്ചി ഒന്ന് പേടിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സന്ദേശിച്ചും ഒന്ന് തലയാട്ടി. ആ ഞാനൊന്ന് പേടിച്ചായിരുന്നു, അതൊക്കെ അത്രേ ഉള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊക്കെ സന്ദേശിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ ഒരു നല്ല ഭംഗി എന്ന പോലെ തോന്നി. ചേച്ചി നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അവിടെയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയോ ഒളിച്ചോടി വന്നത്, അവരെ എന്തായിരിക്കും ഒളിച്ചോടാനുള്ള കാരണങ്ങൾ എന്ന് ഞാൻ സന്ദേശിയോട് ചോദിച്ചു. പെട്ടെന്ന് സന്ദേശിച്ച് പറഞ്ഞു, അവരുടെ ആ ഒരു ചോരത്തിളപ്പ് തന്നെ ആയിരിക്കും, അത് നിനക്കില്ല അവർക്കുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്ദേശിച്ച് എന്നെ വീണ്ടും ഒന്ന് കളിയാക്കി. എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്കൊന്നും പെണ്ണ് തരാൻ ആരും തരത്തില്ല, പിന്നെ ആരും എൻ്റെ അടുത്ത് അടുക്കത്തുമില്ല. അതൊക്കെ ചേച്ചിയെപ്പോലുള്ള ആൾക്കാരെ ജസ്റ്റ് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അടുക്കത്തുള്ളൂ. അത് തന്നെ വലിയൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. എനിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ എന്നതിന് സന്ദേശിയോട് ഞാൻ പറഞ്ഞു. പക്ഷേ സന്ദേശിച്ച് എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ
വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ സമയം സതീശ് എല്ലാം പറഞ്ഞു തന്നു. എപ്പോൾ തന്നെയും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാൾ വേണം നമുക്ക് എപ്പോഴും കൂട്ടിന് എന്നുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യച്ചി ആ രാത്രിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എല്ലാം കേട്ടതിന് ശേഷം സന്ധ്യച്ചിയോട് ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചാലോ, എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളൊക്കെ. അത് നല്ലൊരു കാര്യമല്ലേ ചേച്ചി എന്നിനെ ഞാൻ ചോദിക്കുന്ന സമയത്ത് സന്ധ്യച്ചി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇനി ആ ഒരു കാര്യങ്ങളെല്ലാം അടുത്ത ഭാഗത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അടുത്ത ഭാഗത്തിനായി എല്ലാവരും കാത്തിരിക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. അപ്പം അതുവരെയും ബൈ ബൈ.